മഡഗാസ്കറിൽ സുവിശേഷ പ്രഘോഷണം എളുപ്പമാണ്. എന്നിട്ട് പോലും നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല. കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുമില്ല. വിശ്വാസമുള്ളവരുടെ പ്രഘോഷണം എളുപ്പമാണ്. അവിടെ സ്വസ്ഥതയുണ്ട്, അംഗീകാരമുണ്ട്, നന്ദിയുണ്ട്, നേർച്ചയുണ്ട്. ഈശോയെ അറിയാത്തവരുടെ സുവിശേഷം പറഞ്ഞാൽ ഒരു വിശ്വാസ സമൂഹത്തിൽ ലഭിക്കുന്ന തലോടലുകൾ അവിടെ ലഭ്യമാകില്ല. ശ്ലീഹന്മാർ അയക്കപ്പെട്ടത് അപരിചിതരുടെ ഇടയിൽ സാക്ഷ്യം വഹിക്കാനല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് സുരക്ഷിത വലയത്തിനുള്ളിൽ ഇടവകാതിർത്തിയിൽ മാത്രം സുവിശേഷ ജീവിതം ഒതുക്കി നാം തൃപ്തി അടയുന്നത്? ഒരുപക്ഷെ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന പലതും സുരക്ഷിത മേഖലകളിൽ നമുക്ക് സ്വന്തമാകാം. നമ്മുടെ സർഗാത്മതയ്ക്ക് രൂപം നൽകുവാൻ വേദികൾ ഉണ്ടാകും. നമുക്ക് മഹത്വം നൽകുന്ന, ബഹുമാനിക്കുന്ന, നാം ഉരുവിടുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു കൂട്ടം ഭക്തർ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ നമ്മെ വിട്ടുപോകാൻ നിവൃത്തിയില്ലാത്തവരോട് വാശി പിടിക്കാനും ഭീഷണിപ്പെടുത്തുവാനും നമുക്ക് സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. ഈശോ ആവശ്യപ്പെട്ടെടുത്ത് സുവിശേഷം പറയുവാൻ പോയാൽ ഈ സൗകര്യങ്ങൾ ലഭിക്കണമെന്നില്ല. കാണികളോ കേൾവിക്കാരോ നമ്മെ സന്തോഷിപ്പിക്കണമെന്നുമില്ല. വാശി പിടിച്ചാൽ വാശിമൂത്ത് കിണറ്റിൽ ചാടിയവനെ പോലെയാകും. കിണറ്റിൽ നിന്നും കരകയറ്റുവാൻ ആരും ഉണ്ടാകില്ല. അവിടെ നാം ചെറുതായി പറ്റൂ. ശ്ലീഹന്മാർ അഭിമുഖീകരിച്ച ഈ അവസ്ഥയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ നാം തയ്യാറാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിയുടെ അരികിൽ ആകർഷിക്കപ്പെട്ട് വന്നവരുടെ വിജ്ഞാനത്തിലും ഭാവി കരുതലിലും പെട്ട് വിശുദ്ധൻ തന്നെ കൂട്ടത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടപ്പോൾ സത്യത്തിൽ അവരായിരുന്നു വിശുദ്ധന്റെ പാതയിൽ നിന്നും പുറത്തായത്. എന്നിട്ടും തള്ളിയവർ തള്ളപ്പെട്ടവന്റെ നാമത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കുവാൻ മടിച്ചില്ല. ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഈശോയുടെ നാമത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് അവിടുത്തെ പാതയിൽ നാം വ്യതിയാനങ്ങൾ തീർക്കുന്നു. ഈശോയുടെ അനന്തമായ സ്നേഹപ്രവാഹത്തിന് അതിർത്തികൾ വയ്ക്കുന്നു. വിശുദ്ധരുടെ നാമത്തിൽ ആരാധനാലയങ്ങൾ ഉയർത്തി അതിനുള്ളിൽ മാത്രം പ്രഘോഷണം നടത്തി തൃപ്തി അടയുന്നു. ഇവിടെ പലപ്പോഴും ഈശോ പുറത്താക്കപ്പെടുന്നു. അംഗീകാരം ലഭിക്കുന്ന സേഫ് സോണുകളിൽ മാത്രം സാക്ഷ്യം വഹിക്കാനാണോ ഈശോ ഇന്ന് കൊയ്ത്തുകാരെ അന്വേഷിക്കുന്നത്? മഡഗാസ്കറിൽ സേവനം ചെയ്തു വരുന്ന SD സന്യാസിനികൾ ഒരുക്കിയ പദ്ധതി പ്രകാരം 20 പേരുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്ന് പ്രേക്ഷിത പ്രവൃത്തിയും സുവിശേഷ പ്രഘോഷണവും നടത്തി. അതിൽ കേരളത്തിൽ നിന്നുള്ള 2 അച്ഛന്മാരും സിസ്റ്റേഴ്സും ജീസസ് യൂത്തുകാരും ഉണ്ടായിരുന്നു. മനസ്സുവെച്ചാൽ അസാധ്യ കാര്യങ്ങളും സാധ്യമാകുവാൻ ദൈവം സഹായിക്കും. നാം മനസ്സുവെച്ചാൽ ഈശോയ്ക്ക് വേണ്ടി നല്ല ഫലങ്ങൾ കൊയ്തെടുക്കുവാൻ ഈശോ തന്നെ ഇടവരുത്തും. വിഷൻ ഡേയുടെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.